പുല്ലേ, എന്ത് കോപ്പാ താനീ കാണിച്ചത്? സാറിനോടല്ല കട്ട് പറഞ്ഞത്. ആ മൊബൈൽ ഫോൺ ആരാ ഓൺ ചെയ്തേ? കട്ട് ചെയ്യൂ. അത് കട്ട് സാറിന് ആക്ഷൻ. എന്നോട് കട്ട് പറഞ്ഞ എന്നോട് കട്ട് പറയാം. ഓക്കെ സോറി സാർ, ആക്ഷൻ. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു, മുങ്ങാൻ പിള്ളേരത് തപ്പിയെടുത്തു, തട്ടാൻ പിള്ളേരത് തട്ടിക്കൊണ്ടുപോയി. ഇന്നും ആ മുങ്ങാൻ പിള്ളേരുടെ അവസ്ഥ എന്താണ്? ഒരു കഷ്ണം നെയ്യപ്പത്തിന് വേണ്ടി കേഴുകയാണവർ. Just remember that. Shit. 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 ഞാൻ എവിടെ നോക്കിക്കടോ? ഞാൻ എത്ര ഷിറ്റ് പറഞ്ഞു ഇവിടെ? അല്ല, ഷിറ്റ് പറഞ്ഞാൽ പെട്ടെന്ന് ഒരാൾ വന്ന് സംസാരിച്ചപ്പോഴേ സാറിന് ഷിറ്റ് ഇഷ്ടം പോലെ സിനിമയിൽ സാർ പറയുന്നതാണല്ലോ. നമുക്ക് ഏതെങ്കിലും സിനിമയിൽ വേണം യൂസ് ചെയ്യാം. അത് അടുത്ത ഡയലോഗ് പഠിച്ചു സാറേ, അടുത്ത ഡയലോഗ് പഠിച്ചു. അന്ന് പഠിച്ചേ. കുഞ്ഞാഞ്ഞ വന്നേ കുഞ്ഞാഞ്ഞ, കുഞ്ഞാഞ്ഞ വന്നേ കുഞ്ഞാഞ്ഞ, കുഞ്ഞാഞ്ഞ. സിനിമ നടനൊക്കെ തന്നെ, പക്ഷെ പരിചയപ്പെടാൻ പറ്റത്തില്ല. വളരെ ദേഷ്യമുള്ള ആളാണ്. ഞാനൊന്ന് ചോദിച്ചു നോക്കാം, മിണ്ടരുത്. എന്നെ ഈ ചിരി ഉണ്ടല്ലോ, അധികാരം ഇങ്ങനെ കൈക്കുമ്പിളിലിട്ട് അമ്മാനമാടുന്ന ഉപജാപകന്റെ ചിരി. ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഈ ഡയലോഗ് ഒന്നും ഞാൻ എഴുതുന്നില്ലല്ലോ. അത് ഡയലോഗല്ല, ഈ പേപ്പറിന്റെ പുറത്ത് ഒരു ഈച്ചയുണ്ട്. ആ ഈച്ചയോട് ഇതാരാടോ ഈ പേപ്പറിൽ ഈ ശർക്കര കൊണ്ടുവച്ച് ഈച്ച പറഞ്ഞുണ്ടല്ലേ? അത് ശർക്കര കൊണ്ടുവച്ചിട്ട് ഈച്ച വാറുന്നതല്ലത്. പിന്നെ സാർ പുല്ല പറഞ്ഞ് തുപ്പലം തെറിച്ചിട്ട് ആ തുപ്പലം തിന്നാൻ വേണ്ടി ഈച്ച വരുന്നത്. അതാണോ? സാറേ, വേറെ കാര്യമുണ്ട്. ഒരു പാവപ്പെട്ട ഒരു വൃദ്ധൻ സാറിനൊന്ന് പരിചയപ്പെടണമെന്ന് പറയുന്നത്. പാവപ്പെട്ട വൃദ്ധൻ? അതെ, എനിക്ക് ഇഷ്ടമാണ്. ആണോ? പറഞ്ഞു വിട്ടോളൂ. ഞാനൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നാ. കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഈ ചന്തല വേളം പോലെ കേട്ടു. അപ്പൊ ഞാൻ ചോദിച്ചത് എന്നാന്ന് വെച്ചപ്പോ ഷൂട്ടിംഗാന്ന് പറഞ്ഞു. ഇത് ഷൂട്ടിംഗ്? ആ, മനസ്സിലായി. ലൊക്കേഷൻ? ആ, എനിക്ക് മനസ്സിലായി. പിന്നെ വീട്ടിലെ പിള്ളേർക്ക് വലിയ കാര്യാട്ടാ സാറിനെ. എപ്പോഴും കാണാറുണ്ടല്ലോ. അടിപൊളി അവനെയാട്ടാ. മമ്മൂട്ടിയല്ലേ? മമ്മൂട്ടി അല്ലടോ താൻ. പിന്നെ തനിക്ക് മനസ്സിലായില്ലേ? ആ, മോഹൻലാല്. അതല്ല, കാണിച്ചു തരാം കേട്ടോ. ഓ, സുധീഷ് ഗോപി. ഈ സാധനം കണ്ടല്ലേ? മറ്റേ പുല്ലുപ്പേ പറയാറില്ലേ? പുല്ലും വൈക്കോലും ഇല്ലേ? വൈക്കോലില്ല അല്ലേ? ആ, വൈക്കോലിന്റെ കാര്യമില്ലല്ലോ. പിന്നെ സാറേ കാണാറുണ്ടാ, വീട്ടിലെ പിള്ളേർക്ക് വലിയ കാര്യാ. സാറിന് പറഞ്ഞാ ജീവനാ. വിവരമില്ലാത്ത പിള്ളേരാണ്. അല്ല സാറിന് എനിക്ക് മറക്കാൻ പറ്റില്ല. ഞങ്ങളുടെ നാട്ടുകാർക്ക് ഏത് സിനിമ നടന്ന മറന്നാലും ഈ സുരേഷ് ഗോപിനെ ഒറ്റ മനുഷ്യനും ഞങ്ങളുടെ നാട്ടുകാർ മറക്കൂല. അങ്ങനെയുള്ള സിനിമകളല്ലേ എന്റെ സിനിമകൾ. അതാണത്. 10,000 പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പിന്നെ പറയാതെ. സാറിന് അത്ര വലിയ കാര്യ. സാറാ, സാറിന്റെ മറ്റേ വടക്കം വീരാതല്ലേ അഭിനയം ഇത്തിരി വരണ്ടട്ടാ. എന്റെ മമ്മൂട്ടിയായിട്ട് സീനറി ഉണ്ടല്ലോ, മാധവി ഇടക്ക് നിൽക്കുമ്പോ ആ തൂണിന്റെ അവിടെ. പക്ഷെ ഞാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അല്ല സാറേ, അത് സാറ് പറയുമ്പോ ഇതാണ് സിനിമാ നടന്മാർക്ക് തുറന്നു പറഞ്ഞാല് ഇത്തിരി വിഷമാണ്. എന്ത് വരാനുണ്ട്? അതായത് മമ്മൂട്ടി ഇവിടെ വെക്കണു, സാറ് ഇവിടെ വെക്കണു. അപ്പൊ സാറ് ഇത്തിരി കൂടെ ഇങ്ങോട്ട് വന്നായിരുന്നേ കുറച്ചുകൂടെ അല്ലേ, ഇത്തിരി അടുത്ത് പറഞ്ഞായിരുന്നു. എനിക്ക് തോന്നിയതാണ്. അതാ പറഞ്ഞല്ലേ സാറിനെ കുറിച്ചിട്ട് സാറിന് നല്ല അഭിപ്രായം എനിക്കറിയാം. നാട്ടുകാർക്ക് അതില്ലല്ലോ. സാറിപ്പോ രണ്ടായില്ലേ? ഞാനോ? ഞാൻ ഒന്നാണല്ലോ. അല്ല, ഇപ്പൊ എല്ലാരും രണ്ടാവുണ്ടല്ലോ. സാറിനിപ്പോ രണ്ടായി കൂടാ? എവിടെ രണ്ടാവണ്? മാറ്റൊക്കെ രണ്ടായില്ലേ? ഓ, മാറ്റ അതൊരു സംഘടനയല്ലേ. മമ്മൂട്ടിയൊക്കെ ഇപ്പൊ രണ്ടായില്ലേ? മമ്മൂട്ടി രണ്ടായോ? എവിടെ? അണ്ണൻ തമ്പിയില്. ഓ, അങ്ങനെ മമ്മൂട്ടിയല്ലേ? ഇപ്പൊ കമലഹാസൻ 10ആയി. കമലഹാസൻ മത്തായിയോ? മത്തായി അല്ല, 10ആയി. 10 വേഷം. അത് ശരി. അതുപോലെ ഞാനും രണ്ടാം ഭാവം എന്ന ചിത്രത്തിൽ 2 വേഷം ചെയ്തിട്ടുണ്ട്. ശരിയാണ്, പക്ഷെ രണ്ടും ഒരുപോലെ ഇരിക്കും മാത്രമേ. സാറിപ്പോ എത്ര വേഷം? 20 അല്ല 40 ഏതായാലും ഒരുപോലെ തന്നെ ഇരിക്കും. ഈ ഷിറ്റും പുല്ലും ഇല്ലാതെ വേറെ അഭിനയൊന്നുമില്ല. ഷിറ്റും പുല്ലിനൊക്കെ നല്ല അഭിപ്രായം, അറിയില്ലേ അത്? സാറിന്റെ വീട്ടിലായിരിക്കും. സാറിന് കുറച്ച് പഠിക്കാൻ പോയി കൂടെ? എന്ത് പഠിക്കാൻ? ഈ അഭിനയം. ഏടോ, എനിക്കറിയാം. കളിയാട്ടം എന്ന സിനിമ താൻ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് എനിക്ക് ദേശീയ അവാർഡ് കിട്ടിയതാ. ഞാൻ ഇന്നത്തെ പത്രവും വായിച്ചില്ല. കളിയാട്ടത്തിലാണെങ്കിൽ ചിലപ്പോ കളിയാക്കാൻ വേണ്ടി തന്നാണെങ്കിലോ? ഏടോ, ദേശീയ അവാർഡ് എനിക്ക് ശരിക്കും കിട്ടിയ എന്റെ അഭിനയം കണ്ടിട്ട്. അതെ, ഈ അവാർഡിന്റെ സെറ്റപ്പ് എങ്ങനെയാ സാറേ? എന്ത്
നമ്മളിപ്പോ ഈ അവാർഡ് കൊടുക്കുമല്ലോ, അതിന്റെ സെറ്റപ്പ് എങ്ങനെയാണ്? അവാർഡിന് ഒരു 50,000 രൂപ കിട്ടും. ആ. പിന്നെ പത്രികയും കിട്ടും നമുക്ക്. പൈസ ആദ്യം കൊടുത്തിട്ട് നമ്മൾ അവാർഡ് മേടിക്കുവാണോ അതോ അവാർഡ് മേടിച്ച ശേഷമാണോ സാർ പൈസ മേടിച്ചത്? എന്തൊക്കെയാ താനീ പറയണത്? അതെന്റെ സംഭവം അറിയാൻ വേണ്ടി. അതല്ല, എന്റെ അഭിനയം കണ്ടിട്ട് തന്നാ എനിക്ക്. അതെ. ആ. പക്ഷെ ഈ ബേസ് ഇത്തിരി പോരാട്ടാ. ആർക്ക്? കുറച്ചുകൂടെ ഒരു ബേസ് വേണം സാറേ. സാറിന്റെ എനിക്ക് നല്ല ബേസ് ഉണ്ടല്ലോ, കേട്ടില്ലേ? ഏത്? കേട്ടാ? ഇതെന്ത് ബേസ്? ഇതൊരു കിളിയുടെ വോയിസ് അല്ലേ? അപ്പൊ ഇതോ? ഞാൻ പറയണോ ഹലോ ഹലോ കണ്ടാ ഇതുപോലെ. അത് ശരി, അങ്ങനെ പറയണോ അല്ലേ? ആ മമ്മൂട്ടിക്കൊക്കെ എന്ത് പൈസ? അതെ. പൈസ കുറവാണെങ്കിൽ ഒരു പണി പറഞ്ഞു തരാം. നമ്മുടെ കൊച്ചിയിലെ നേവൽ ബേസിൽ പോയാൽ മതി, ഇഷ്ടംപോലെ പൈസ കിട്ടും. ഒന്ന് ഇറങ്ങി തരണുണ്ടോ താൻ? അല്ല സാറ് ചൂടാവേണ്ട കാര്യം. സാറിന് പിള്ളേർക്ക് വലിയ കാര്യമാണ്. ആണല്ലേ? വലിയ കാര്യമാണ്. വലിയ കാര്യല്ലേ? അതെ അതെ. വിവരമില്ലാത്ത പിള്ളേരാണ്. സാർ കഴിഞ്ഞ ദിവസം ഈ നോർത്ത് ബ്രിഡ്ജിൽ എറണാകുളത്തിന്റെ അവിടെ വന്നിരുന്നോ? എറണാകുളത്ത് നോർത്ത് ബ്രിഡ്ജിന്റെ താഴെ. ഇല്ലല്ലോ. ഇവിടെ കണ്ടെന്ന് പറഞ്ഞല്ലേ അവിടെ പിച്ചക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത്? എന്തിന്? അവിടെ ചെരുപ്പൂത്തികളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് സാറ് വന്നു എന്ന് പറഞ്ഞിട്ടില്ല. എന്തിനു വന്നു പറ? സാറിന്റെ ബൂട്ട് പൊട്ടി പോയിട്ട് തുന്നാൻ വേണ്ടി വന്നു. ഞങ്ങക്ക് മറക്കാൻ പറ്റില്ല സാറിനെ. താൻ ഒരുപാട് നേരമല്ലോ മറക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. എന്താ കാര്യം? 1500 പേരെയല്ലേ സാറ് രക്ഷിച്ചത്? എന്റെ സിനിമകൾ അതുപോലുള്ള സിനിമകളാ, സമൂഹത്തിന് വേണ്ട സിനിമകൾ. ചെറുപ്പക്കാർ രക്ഷപ്പെടും, അതാണ്. അതുകൊണ്ടൊന്നല്ല, പിന്നെ സാറിന്റെ സിനിമ റിലീസായ ദിവസേ ഭയങ്കര ഇടിയും കാറ്റും മഴയൊക്കെ വന്നു. എന്നിട്ട് തിയേറ്റർ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴ്ത്തോട്ട് വീണു. എന്നിട്ട് അങ്ങനെ 1500 പേര് രക്ഷപ്പെട്ടു. സാറിന്റെ പടായോണ്ട് അതിനകത്ത് ഒറ്റ മനുഷ്യനുണ്ടായിരുന്നില്ല. ഇറങ്ങി പോണോ? ഹലോ ഹലോ, അതാണത്. എന്താ ഉറങ്ങിയില്ലേ? ഞാൻ കുറച്ച് ഫയല് നോക്കിയിട്ട് റെസ്റ്റ് എടുത്താണ്. എങ്ങനെ? കുറച്ച് ഫയലുകൾ നോക്കി റെസ്റ്റ് എടുത്തതാണെന്ന്. ഇതല്ലേ മറ്റേ ആർടി ഓഫീസ്? അതെ. എന്താ മനസ്സിലായില്ല? ഞാൻ വണ്ടിന്റെ മുകളിൽ വരുന്ന സമയത്ത് പോലീസ് കൈകാണിച്ചു. ലിഫ്റ്റ് ചോദിച്ചായിരിക്കും അല്ലേ? ഞാനും വിചാരിച്ച ലിഫ്റ്റ് ചോദിച്ചാന്ന്. പോലീസുകാർ എന്നോട് ഇറങ്ങടാന്ന്. എന്തിന്? ഞാനതിനെ വെച്ചാൽ എന്തിനേന്ന് എന്നോട് ഇറങ്ങിന്ന് എടാന്നും കൂടെ. എന്റെ അച്ഛൻ എന്നെ ഇതുവരെ എന്നെ ഇടാന്ന് വിളിച്ചില്ല. ഞാൻ അങ്ങോട്ടാളെ വിളിക്കല്. ഇറങ്ങടാ എന്നോട് പറഞ്ഞു ഇടുക്കിന്ന്. എന്ത്? ഞാൻ ചോദിച്ചാ എന്താണ് എടുക്കേണ്ടതെന്ന്. പോലീസുകാരൻ പറഞ്ഞ് മറ്റേത് എടുക്കണ. മറ്റേതോ? ഞാൻ ചോദിച്ചു എന്ത് മറ്റേത്? ലൈസൻസ് എടുക്കുന്നു നിന്നോട്. എന്നിട്ടോ? അമ്മ പറയല്ലേ ചെറുപ്പത്തിൽ ലൈസൻസ് ഇല്ലാത്ത പോക്കാണ്, ലൈസൻസ് ഇല്ലാത്ത പോക്കാണ്. എനിക്കത് ചെറുപ്പത്തിലല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കതില്ല, സൈഡാക്കടാന്ന്. ഞാനാരാമായ വീട് ഓരോ അടിക്ക് ഞാൻ അപ്പം തന്നെ സൈഡാക്കി എന്നോട് പറഞ്ഞത് കൊടുക്കണ സ്ഥലമുണ്ട്. കോഴിക്കോട് അങ്ങാടി ചെന്ന് കഴിഞ്ഞാൽ ഒരു ഇതിന് ഈ കട ഈ പീഠന്റെ പേരെന്തായിരുന്നു? പീടിയല്ല, RTO ഓഫീസ്. അവിടെ സാധനം പോയാൽ അവിടെ സാധനം കിട്ടും. ഇതന്നെയല്ല സ്ഥലം. അവിടെ RTO ഓഫീസ് ലൈസൻസ് കൊടുക്കുന്ന സ്ഥലമാണ്. അതെ 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 അതെ. ഒരു 3-4 ലൈസൻസ് എടുത്തിട്ട് സമയമില്ല. പോലീസ് പിടിച്ചിരിക്കണ വേറെ 3-4 തരും സമയമില്ല. ലൈസൻസ് എന്താണ്ട് റേഷൻ ഏരിയ ഇങ്ങനെ വാരി കൊടുക്കാൻ എന്താണ്? ഇവിടെ ഇതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതുണ്ട്. അതായത് തന്റെ വണ്ടി 2 ചക്ര 3 ചക്ര 4 ചക്ര 5 ചക്ര മനസ്സിലായില്ല. അതായത് കാറാണോ ബസ്സാണോ ലോറിയാണോ സ്കൂട്ടറാണോ? എന്റെ വണ്ടി വെസ്പി. വെസ്പാന്ന് കേട്ടിട്ടുണ്ട്. വെസ്പി ആയിരുന്നു. ഞാൻ കള്ളുടിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു മരത്തിനിടിച്ച ഫ്രണ്ട് ചളുങ്ങിപ്പോയി. ഞാൻ തന്നെ പേര് മാറ്റി വെസ്പി ആക്കി മാറ്റിയത്. അങ്ങനെ വെസ്പി ആയതാണല്ലേ? അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. താങ്കള് ഈ സ്കൂട്ടറിൽ വെസ്പിയിൽ പോയിക്കൊണ്ടിരിക്കുക. ഒരു ടൗണിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ തൊട്ട ബാക്കിൽ ഒരു വേറെ സ്കൂട്ടറുകാരൻ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ താങ്കൾ ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു. എന്താണ് ആ സിഗ്നൽ? തന്റെ ഓപ്പോസിറ്റ് ഒരു വേറെ വണ്ടിക്കാരൻ വരുന്നു. അപ്പൊ അവനോട് നീ ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു. തനിക്ക് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യണം. അവനോട് ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു. 5 രൂപ തരാനുള്ള 5 രൂപ തരാം. അപ്പൊ ഇതോ? ഇന്നില്ലെങ്കിൽ പിന്നെ തന്നാലും മതി. എന്താണ് കറക്റ്റ് അല്ലേ? എന്താ മൊബൈലിൽ വൈബ്രേഷനിൽ വെച്ചിട്ട് തിരിച്ചു തരാം. ഹലോ എടാ കോയമോനെ, ഈ ചിരിക്കരുത്. ഞാൻ കാര്യം പറഞ്ഞാൽ ചിരിക്കരുത് കേട്ടാ. എന്നെ പോലീസ് തിരിച്ചോ. നമ്മളെ 4 ഗേറ്റിൻ്റെ അവിടെ ഉള്ള മറ്റേ തമ്പുരു സഞ്ചിയിട്ടമായിട്ടുള്ള പയറുള്ള ചങ്ങയില്ലേ? ഇന്ന് പിടിച്ച്. ആടെ മുമ്പിലും ബാക്കിലൊക്കെ വള്ളമുള്ള ചങ്ങായി തറ പോണ അവൻ തന്നെ പിടിച്ചോ. എനിക്ക് മറ്റേ ഇല്ല പോലെ. എനിക്കില്ലാത്ത സാധനത്തിന്റെ പേരെന്തേനി? എന്താ ഇല്ലാത്ത എനിക്കറിയോ? അല്ല ഇപ്പൊ ഞാൻ ഇവിടെ വന്നതെന്തിനീ? ലൈസൻസ്. അതന്നെ അച്ഛന്ന്. അപ്പൊ ഇവിടെ വന്നപ്പോ അതിന്റെ കൊടുക്കുന്ന ആളുണ്ട് ഇവിടെ. അപ്പൊ അയാളെടുത്താണ്. ഇവിടെ അവിടെ ആർക്കൊക്കെ ഇല്ല?
എന്തേ അവിടെ ആർക്കും ഇല്ലാൻ പറയും സാധനം എന്ത് ലൈസൻസ് 30 ആക്കും ഇല്ലത് വേണ്ട. ആരും വരണ്ട, ആരും ഇങ്ങോട്ട് വരണ്ട. ഞാൻ തന്നെ അങ്ങോട്ട് വരുമ്പോ കൊണ്ടുവരാം കേട്ടാ. 30 ആക്കില്ല, പേടിക്കേണ്ട. നമ്മളെ ആളുണ്ട് ഇവിടെ. എന്താണ് അല്ല ഇവിടെ ആളെടുത്തുണ്ട്, സാധനം ഉണ്ട്. ഞാൻ വരുമ്പോ കൊണ്ടുവരാം കേട്ടാ. 30 1 31 ഇനി കുറഞ്ഞുകൊണ്ട് 40 പറയാം. ഒരു 40 ലൈസൻസ് തരും, സമയമില്ല. തന്നോട് പച്ച മലയാളത്തിൽ പറഞ്ഞു ഇവിടെ റേഷൻ അരി വാരി കൊടുക്കുന്ന മാതിരി ലൈസൻസ് കൊടുക്കുന്ന സ്ഥലമല്ല. ഇതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. മടുക്കുതേക്കോ ഒന്നും കഴിക്കും. താങ്കളുടെ സ്കൂട്ടറുമായി അതായത് തൃശ്ശൂർ പൂരത്തിന് പോവുക. താൻ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ തൃശ്ശൂർ പൂരത്തിനിടയ്ക്ക് ഒരാന മഥമിളകി താങ്കളുടെ സ്കൂട്ടറിന്റെ വഴിയാലെ ഓടി വരിക. അപ്പോ താൻ എന്ത് ചെയ്യും? അവിടെ തൃശ്ശൂർ പൂരത്തിന് ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ, വേറെ ആരും പോയില്ലാണ്. ആരെന്റെ ബാക്കിൽ മതം പൊട്ടി വരുന്നു. ഞാൻ സ്കൂട്ടറുമായിട്ട് ഇങ്ങനെ പോകുന്നു. ഞാൻ വലത്തോട്ടുള്ള ഇന്ത്യക്കാരനെ എടുത്തിട്ട് ഇടത്തോട്ട് വലിച്ചിട്ട് ആനനെ പറ്റിച്ചാളും. ഓടാ ഈ ആരെയാണെ പഠിപ്പിക്കുന്നത്? എന്താ പറഞ്ഞേ? വലത്തോട്ട് ഇട്ട് ആനനെ പറ്റി ഈ ആരെയാ പഠിപ്പിക്കുന്നത്? വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. താങ്കൾ ഒരു ഫിയറ്റ് കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. സങ്കല്പാണ്. വെള്ളപ്പല്ല, സങ്കല്പം. അതൊരു ഫിയറ്റ് കാറാണ്. ഏതാണ് സങ്കല്പല്ലേ? ഹുണ്ടായില് പോകാനുള്ള യോഗ്യത എനിക്കില്ല. എങ്കിലും ഹുണ്ടായി. താങ്കൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാർ ഇങ്ങനെ ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ റെയിൽവേ ക്രോസിന്റെ അവിടെ എത്തിയപ്പോൾ താങ്കളുടെ കാറ് ഓഫായി പോയി. റെയിൽവേ ക്രോസിന്റെ അതായത് 7 മണിക്ക് കറക്റ്റ് ടൈമിന് മംഗള എക്സ്പ്രസ് വരും. അപ്പോൾ താങ്കളുടെ വണ്ടി ഇവിടെ 7:02 സമയത്ത് ഓഫായി കിടക്കാം. അപ്പോൾ താങ്കൾ എന്ത് ചെയ്യും? ഞാൻ 4 ദിവസം കഴിഞ്ഞിട്ട് വണ്ടി എടുത്തോണ്ട് 4 ദിവസം കഴിഞ്ഞു ഒരു 2 മിനിറ്റോടുള്ള ട്രെയിൻ വരാൻ. ഇന്ത്യൻ റെയിൽവേന്റെ ട്രെയിൻ ഇതൊക്കെ പറഞ്ഞ സമയത്ത് വന്നിട്ടുണ്ടോ? താങ്കളോട് അവസാനമായിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് ഇത് സങ്കല്പാണ്. താങ്കൾ ഈ ഹുണ്ടായി കാറിൽ അതായത് വയനാട് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുക. അല്ല, അപ്പൊ നമ്മളിപ്പോൾ വയനാട് ചുരം കയറിയത് ഞാൻ പറഞ്ഞല്ലോ സങ്കല്പാണ് പറഞ്ഞല്ലോ. അപ്പോൾ താങ്കൾ വയനാട് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ 2 സൈഡും അപാരമായ കിടങ്ങ അടിച്ച് കണ്ണ് ഞാൻ പൊട്ടിക്കും. എന്തിന്? വയനാട് ചുരത്തിന് ഒരു സൈഡിൽ കിടങ്ങുള്ള ഞാൻ കണ്ടിട്ട് കളവ് എടോ, ഞാൻ പറഞ്ഞല്ലോ സങ്കല്പ 2 സൈഡും കിടങ്ങുണ്ടാവും. 2 സൈഡും കിടങ്ങാണ്. താങ്കൾ ഇങ്ങനെ കാറായിട്ട് താങ്കളുടെ ഹുണ്ടായി കാറായിട്ട് ഇങ്ങനെ വരികയാണ്. ഒരു 100-110 സ്പീഡിൽ. 60 സ്പീഡ് പോയി. 60 അല്ല, 100-110 കുറയില്ല. 65 സ്പീഡ് പോവാ. 65 110 സ്പീഡിൽ നിങ്ങൾ 110 സ്പീഡിൽ താങ്കൾ കുതിച്ചിങ്ങനെ വരികയാണ്. 2 സൈഡും കിടങ്ങാണ്. ഒരു രക്ഷയും നേടാനുള്ള സ്ഥലമുണ്ട്. താങ്കൾ ഇങ്ങനെ അതിസ്പീഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ 9ാം വളവിലെത്തിയപ്പോൾ താങ്കളുടെ കാറിന്റെ ബ്രേക്ക് പൊട്ടിണ്ടാവില്ലേ? അത് എത്ര പെട്ടെന്ന് മനസ്സിലായി? അപ്പൊ ഞാൻ എന്താ ചെയ്യാന്നായിരിക്കും. അതെ, നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു വിടുന്നു. മനസ്സിലാക്കിയത് നല്ല ഞാൻ നല്ല പേര് ഞാൻ എന്ത് ചെയ്യുന്നു? അതെ, എന്ത് ചെയ്യും? ഈ 9ാം വളവിലെത്തിയപ്പോൾ താങ്കളുടെ കാറിന്റെ ബ്രേക്ക് നല്ലതുപോലെ 65 വരെയല്ലേ എന്നോടോ. 9ാം വളവിലെത്തിയപ്പോൾ താങ്കളുടെ കാറിന്റെ ബ്രേക്ക് പോയി. 2 സൈഡും കിടങ്ങാണ്. താങ്കൾ എന്ത് ചെയ്യും? കിട്ടി. എന്ത്? ഞാനിങ്ങനെ വയനാട് ചുരം ഇറങ്ങിക്കൊണ്ടുവരുന്ന സമയത്ത് 2 സൈഡിലും കൊക്ക സ്പീഡിൽ വരുന്നു. 100-110-120 സ്പീഡിൽ വരുന്നു. പെട്ടെന്ന് കാറിന്റെ ബ്രേക്ക് പോയി. ബ്രേക്ക് പോയി. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുമെന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാറിന് ബ്രേക്ക് വന്ന് ബ്രേക്ക് വരിക. അതെങ്ങനെയാ ബ്രേക്ക് വരിക? ഇത്രയും നേരം സങ്കല്പിക്കാൻ പറഞ്ഞില്ലേ? ബ്രേക്കും വന്നതായിട്ട് സങ്കല്പിച്ചാലേ തെറ്റ്.